അപ്പൊ ഇത് വന്നതിന് ശേഷം എന്റെ കസിൻ ബ്രദർ ഒന്ന് കഴിച്ചു നോക്കണം. എങ്ങനെയാന്ന് നമുക്ക് പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ, നമ്മൾ ആദ്യമായിട്ട് കഴിക്കണേണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇതാണ് അച്ചാരി ടിക് സോയ അച്ചാർ. ഈ അച്ചാരി എന്നുള്ള പേരുള്ളതുകൊണ്ടായിരിക്കും കുറച്ച് പുളി കൂടുതലാണ് എന്ന് എനിക്ക് തോന്നി. ഇനി മറു അഭിപ്രായം വരെ ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ അച്ചാറിന്റെ ടേസ്റ്റും ഉണ്ട്, സോയയുടെ അതും കൂടെ ഉണ്ട്. രണ്ടും കൂടെ ആകുമ്പോൾ അത് ഈ ഡൽഹിയിലെ ക്ലൈമറ്റ് അതാകുമ്പോ മാച്ചാവും. സംഭവം ടേസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അത് ഈ സമയത്ത് ഒരു സ്പെഷ്യൽ ഒരു ഇതായിട്ട് തോന്നുന്നു. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഒന്നും കിട്ടത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ സോയാ ചാപ്പ് എന്നുള്ള പേര് കേൾക്കണത് നമ്മുടെ നാടെന്ന് പറയണം, നമ്മളും അവിടുന്ന് വന്നവരല്ലേ. അതെ 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 അതെ, നമ്മള് വന്നാണ്. ഇതിപ്പോ നമ്മുടെ നാട് കൂടിയാണ്. അപ്പൊ ഇത് കേരളത്തിൽ ഇത് കിട്ടുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെ ഒരു പേര് കേട്ടു. നമ്മളെന്തായാലും കഴിച്ചു കഴിഞ്ഞപ്പോ അതിനകത്ത് ആരും ഒന്നും കൊണ്ട് പറയല്ല. പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏത് ഐറ്റം ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ കൂടെ എന്തിനും പറ്റുള്ളൂ. അതെ അതെ. മനോജ് ഭായിയുടെ ഒരു അഭിപ്രായം. ഞാനിപ്പോ മോദിയോട് പറയും സോയച്ചാപ്പ് നാട്ടിൽ കിട്ടാൻ വേണ്ടി. അത് അടിപൊളി, അത് അടിപൊളി 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 അടിപൊളി. എന്തായാലും ഞാനിത് വീഡിയോ ഇടവാണ്. പ്രേക്ഷകർക്ക് എന്ത് തോന്നിയാലും കൊള്ളാം. എന്തായാലും എൻജോയ് ചെയ്യാം. ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, എൻജോയ് ചെയ്യാം. താങ്ക് യു.